അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും വിചാരിക്കുന്നത് എന്തൊരു കോലമെന്ന് കേട്ടോ. തലയിലിതാ ഒരു മഴക്കുടയും വെച്ച്, അതുപോലെ തന്നെ ഇതാ ഒരു ബാഗിൻ്റെ അകത്ത് മൊബൈലൊക്കെ ഇട്ട് എന്തിനാണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ വൈഫിൻ്റെ വീട്ടിൻ്റെ അവിടെ, വൈഫിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പനവൂരാണ് കേട്ടോ. വൈഫിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും വരുന്ന സമയങ്ങളിൽ എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കാം. അതുമാത്രമല്ല, ഇവിടെ കുറച്ച് ഈ മറ്റേ ജാതിക്ക മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ ഭയങ്കരമായ മഴയും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. എല്ലായിടത്തും മഴയാണ് ഇപ്പോൾ ഈ സമയത്ത്, പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും മഴയാണ്. അപ്പം ഇന്നലത്തെ നമ്മളെ വ്ളോഗിൽ തന്നെ നമ്മൾ ഈ പൊഴിയൂർ പോയിട്ട് അവിടെ ബോട്ടിങ്ങിന് പോയിട്ട് വരുന്ന സമയത്ത് മഴ കാരണം നമ്മൾ എന്താക്കി, എല്ലാ സംഭവങ്ങളും നിർത്തി ഓടുകയാണ് ചെയ്തത് കേട്ടോ അവിടെ നിന്ന്. എന്ന് പറഞ്ഞ കണക്ക് മഴ എല്ലായിടത്തും ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഈ മഴയത്ത് തന്നെ അതിഭീകരമായ വൈബുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങോട്ട് പോകണം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേ ചെയ്യുക. നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാൻ നോക്കുക. കാരണം നമ്മൾ ഒന്നുകിൽ ദീനീപരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സിയാറത്ത് പോകുന്ന യാത്രകൾ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗപ്രദമായതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതിലേ കൂടെയാണ് ഇങ്ങനെ പോകേണ്ടിയുള്ളത്. കണ്ടോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ നേരെ പോകുമ്പോൾ ഒരു വയലെത്തും. അവിടെ നിന്ന് വലത്തോട്ട് പോകണമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇത് എവിടെ എത്തും, എങ്ങനെ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതീവ കുത്തിറക്കമാണ് കേട്ടോ. നോക്കി കണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളാൻ ഒരുപാട് സാധ്യതയുള്ളൊരു വഴിയാണ്. അയ്യോ, അപ്പോൾ നോക്ക്, ഇത് റബ്ബർ വെട്ടാൻ വേണ്ടി നമ്മളെ വൈഫിൻ്റെ വാപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ കൂടെ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടി മറ്റൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഈ വഴി ഇത്രത്തോളം സെറ്റ്. സംഭവം സ്വർഗത്തിലേക്കുള്ള പാത എന്ന് പറയപ്പെടുന്നത് കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞ കണക്ക്. അപ്പോൾ പോയിട്ട് വരാം ചേട്ടാ. ഇവിടെ ചറുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ കാല് വയ്ക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ചറുക്കുന്നുണ്ട് കേട്ടോ. മഴയും കൂടെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര തെറ്റലും വെള്ളമായിട്ട് കിടക്കുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ വഴിയില്ലല്ലേ, മൊത്തം കാടാണല്ലോ. എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ കണക്ക് പോവുകയാണതാ. ഈ ചെടി ആർക്കെങ്കിലും അറിയാമോ? തറ മാത്രം നോക്കി അങ്ങ് പോവുകയാണ്. കാരണം വല്ല പാമ്പാ പഴുതാരേ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലാണ് പണി പാളുന്നത്. വഴിയില്ലേ, ഫുൾ സെറ്റപ്പായിട്ട് കിടക്കും. ഒരു അഡ്വഞ്ചർ യാത്ര. എൻ്റെ പൊന്നളിയോ, കണ്ട ഒരു വലിയ അടാറ് മരം അവിടെ നിൽപ്പുണ്ടേ. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടത് കണ്ട ഒന്നുമില്ല ഇവിടെ. വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി എങ്ങോട്ടാണെന്നുള്ളത് വഴി ഞാൻ കണ്ടുപിടിച്ച് പോകണം കേട്ടാ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം പോലെയല്ല. പക്ഷേ എവിടെയോ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് പിടിച്ചാണ് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അവിടെ ഒരു ജാതിക്ക മരമൊക്കെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത്. എൻ്റെ പടച്ചോനെ, ഫുള്ള് മഴയായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ട ഫുൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ. ഇനി ഇവിടെ നിന്ന് എന്തരാണ് ഒരു ഭയങ്കരമായൊരു ഹൊറർ സെറ്റപ്പ് കേട്ടോ. ഇവിടെയൊക്കെ ആരെങ്കിലും വരുമെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടാ. അങ്ങനത്തെ ഒരു കാല് മണങ്ങി. എൻ്റെ പൊന്നെ, ഇതോ അവിടെയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. വിഷയം സാധനം. ഞാൻ വന്നത് എന്തായാലും മുതലായി എന്നാണ് തോന്നണത് കേട്ടോ. നമ്മൾ ഏകദേശം എന്തൊരു ഒരു സൗണ്ട് കേട്ടാണോ കൊണ്ട് കേട്ടാ.
ഭയങ്കരമായിട്ട് മഴ തുടങ്ങി. മഴ ഒരു രക്ഷയില്ല പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഒന്നിനെ വക വയ്ക്കാതെ പോകുന്നുണ്ടേ. വഴിയെന്ന് പറയുന്നത് വഴിയില്ല കേട്ടാ, വഴിയില്ല. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയും കണ്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ പണി പാടുന്നൊരു സ്ഥലമാണ്. എൻ്റെ പൊന്നെ പൊളി, മാഷാ അല്ലാ. ഈ തോട് വരുന്നത് കണ്ടാ, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ബ്യൂട്ടിഫുൾ സെറ്റ് കേട്ടാ. ഞാനിനി ഇതിലേ കൂടെ തിരിച്ചു പോണ കാര്യം ആലോചിക്കുമ്പോഴാണ് ആകെ പെട്ട് നിൽക്കുന്നത് കേട്ടോ. വഴിയും പാച്ചാലും ഒന്നും ഇല്ലടേ. മുള്ളൊക്കെ പിടിക്കുന്നു ഭയങ്കരമായിട്ടേ. ഇതിവിടെ വഴിയും കൂടെ ഇല്ലാത്തതാണ് ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ടായിപ്പോയത് കേട്ടാ. ഭയങ്കരമായിട്ടുള്ള വഴുക്കലാണ് ഈ പാറക്കല്ല്. ഒരു പിടുത്തമില്ല. പക്ഷേ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലോട്ട് നമുക്ക് ഇതുവഴി പോകണ്ട. എന്നാലും ഇവിടുത്തെ ഒരു കാഴ്ച കൂടെ കാണിച്ചു തരാം. പൊളി. ഈ വെള്ളത്തിലൂടെ ഇറങ്ങിപ്പോകാൻ നിന്ന് കഴിഞ്ഞാൽ വിഷയമാവും കേട്ടാ. എന്തായാലും നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച കാല് മുന്നോട്ട് തന്നെയാണ് കേട്ടാ. വൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമുക്ക് വഴിയൊന്നുമില്ല കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണോ. കാടെന്ന് പറഞ്ഞാൽ അതിഭീകര കാട്. പുറത്ത് മുള്ളൊക്കെ കുരുങ്ങുന്നുണ്ടേ. ഞാൻ ഒന്ന് ഇവിടെ പിടിച്ചുകൊണ്ട് കയറാം. ഒരു രക്ഷയില്ല. പൊളി വൈബ് കേട്ടാ. വഴി ഇല്ലാത്തത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വൈബ് കേട്ടാ. എന്തായാലും പാമ്പിനൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു ഹദ്ദാദ് തങ്ങളുടെ പേരിലൊരു ഫാത്തിഹ ഓതിയേക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. മാഷാ അല്ലാഹ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൊള്ളാൻ കേട്ടോ. ഈ വഴി പോയിട്ട് വേറെ ഏതെങ്കിലും വഴി പിടിച്ച് തിരിച്ച് വീട്ടിൽ പോയാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ വഴി കൂടെ തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു ഗെറ്റപ്പില്ല. വേറൊരു വഴി കൂടെ പോയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി നോക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് വിഷയം. ഇത് ഞാൻ ഉദ്ദേശിച്ച കണ്ട അതിൻ്റെ മണ്ടയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ട ഇപ്പോൾ ഇവിടെ പാറയിൽ വഴുക്കലായി കിടക്കുന്നത് നമ്മൾ അബദ്ധങ്ങൾ കാണിക്കരുത്. പിന്നീട് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും കേട്ടാ. അതുകൊണ്ടാണ്. എന്നാലും ഒന്ന് നോക്കാം. കൈ കുത്തി കാല് കുത്തി ഒക്കെയാണ് പോണത് കേട്ടാ. കയറി നമ്മളെന്തായാലും അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ടേ. ആ നോക്ക്, ഫുൾ മരങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടേക്ക് ഇരിക്കാം. താഴേക്ക് 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 ഒഴുകുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെ കയറി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എവിടെയും കണ്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. അത് എവിടെയാണെന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇൻഷാ അല്ലാഹ് വേറൊരു മേളിലത്തും കൂടെ വ്യൂ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു അഡ്വഞ്ചർ പിടിച്ച് ഒന്ന് കയറി പോയാലോ എന്നുണ്ട് കേട്ടോ. നോക്കട്ടെ ഇൻഷാ അല്ലാഹ്.
വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും അടുത്തായി കേട്ടോ നമ്മൾ. ഒരു വഴി കാണിക്കുന്നുണ്ട്, എവിടെ ചെല്ലുമെന്നും അറിയാൻ വയ്യ. എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ഇങ്ങ് ചാടി കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴി അതൊരു വീടിൻ്റെ ബാക്കിലെത്തിയേ. എന്താ അവിടെ ഒരു വീടാണ് കേട്ടോ. അതിന് ബാക്കിലെത്തി. എന്തായാലും വരുന്നവർ എന്താ വരിക. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗം കേട്ടോ. നമ്മൾ ഇവിടെ ഒരു കിടക്കാച്ചി മരമൊക്കെ നിൽപ്പുണ്ടേ. ഫുള്ളൊരു ഭയങ്കര ഒരു ഹൊറർ ഫീലിംഗ് ആണ് കേട്ടോ അവിടെ. ഒരു രക്ഷയില്ല മാഷാ അല്ലാ. നമുക്ക് ഈ കാട് വഴിയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ചെന്നിറങ്ങാം. ഇതുവഴി ഒരു വഴി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കൂടെ അങ്ങ് പോവാം, നോക്കട്ടെ. ചിറക്കിക്കഴിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. ഈ കല്ല് ആടുന്നുണ്ട്. വീണ്ടും കാട്ടിലേക്ക്. ഇവിടെ ഒരുപാട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന പ്ലേസുകളുണ്ട് കേട്ടോ. ഒരുപാട് അടിപൊളി സെറ്റപ്പുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ച് വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുവഴിയും കയറാം. ഇതാണ് കുറച്ച് തെളിഞ്ഞ വഴി. കണ്ടോ, ഇവിടെ കൊള്ളാം. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു വീട്ടിലും വൈബുള്ള സ്ഥലം കേട്ടോ. ഞാനെന്തായാലും ചാടി നീന്തിയൊക്കെ ഒരുവിധം ഇവിടെ എത്തി. ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയാൻ വയ്യ. ഇത് ബാക്കിൽ കൂടെ വന്ന് ചാടിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, 1-2 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ്. ഈ വീട്ടുകാരുടെയൊക്കെ സ്വർഗമാണ് കേട്ടോ. ആലോചിച്ച് ചോദിക്കുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഇവിടെ വേറൊരു സ്ഥലം എന്താ, എന്തുവാടെ ഇത് ഇത്ര വൈബുള്ള സ്ഥലത്ത്. നമ്മൾ ഈ സാറിനെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. ഒരു കുളം, അതുപോലെ തന്നെ ഷെഡിൽ കളിക്കാനുള്ള സ്ഥലം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനത്തെ വൈബ് സ്ഥലങ്ങൾ കാണുക. അതായത് നല്ല പുൽത്തകിടിയിൽ ക്രിക്കറ്റ് കളിക്കുക. നമ്മൾ ഈ കശ്മീരിൽ പോയ സമയത്തും ഇങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ ഈ ആൾക്കാർ നല്ല അടിപൊളി സ്ഥലങ്ങൾ എന്തിരിയും എടുത്ത് കറക്റ്റ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം പോലെ ആകും. എന്തായാലും ഇവിടുത്തെ പിള്ളേർ ഇവിടെ ഉണ്ടോ നൂലൊക്കെ അടിച്ച് പുറത്തോട്ട് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതേക്കൂടെ ചെന്ന് എവിടെ ചെന്ന് കയറുമെന്ന് അറിയാൻ വേദാ. അവിടെ ഒരു വീടുണ്ട്, അവിടെ കാണുന്നൊരു വീടാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും റബ്ബർ കാട് വഴിയൊക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറും. അവിടെ തിരിച്ച് ഇൻഷാ അല്ലാഹ് വീട്ടിലോട്ട് പോകാനുള്ള വഴികൾ കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, നമ്മൾക്ക് ഒരു ലൈക്കും കൂടെ തന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും കൂടെയൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. പരന്ന് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. റോഡ് കണ്ട് ആ കാണുന്ന റോഡാണ് കേട്ടോ.